ശ്രീഗുരുഭ്യോ നമഃ. ഓം ഗം ഗണപതയേ നമഃ. ഓം സം സരസ്വത്യൈ നമഃ. പീതാംബരം കരവിരാജിതശംഖചക്ര കൗമോദഗീ സരസിജം കരുണാസമുദ്രം രാധാസഹായമതിസുന്ദരമന്ദഹാസം വാതാളയേശമനിശം ഹൃദി ഭാവയാമി. ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്രീമദ് ഭാഗവതം 8-ാം സ്കന്ധം, നാരായണീയം, ദശകം 26 മുതൽ 32 വരെ ദശകങ്ങളിലാണ് ഉൾപ്പെട്ടിരിക്കുന്നത്. നാരായണീയം ദശകം 26. ഗജേന്ദ്ര മോക്ഷം. ഇന്ദ്രദ്യുമ്ന പാണ്ഡ്യഖണ്ഡാതിരാജസ്ത്വദ്ഭക്താത്മാ ചന്ദനാദ്രൗകദാചിൽ ത്വൽസേവായാമഗ്ധധീരാലുലോകേ നൈവാഗസ്ത്യം പ്രാപ്തമാദിത്യകാമം. അങ്ങയുടെ സ്ഥിരഭക്തനും പാണ്ഡ്യരാജാധീശനുമായ ഇന്ദ്രദ്യുമ്നൻ ഒരിക്കൽ മലയാദ്രിയിൽ വെച്ച് അങ്ങയുടെ ഭജനത്തിൽ നിമഗ്നനായിരിക്കെ ആതിഥ്യമാഗ്രഹിച്ചു വന്ന അഗസ്ത്യമുനിയെ നോക്കുകയോ കാണുകയോ ചെയ്തില്ല. കുംഭോത്ഭൂതി സംവൃതക്രോധഭാര സപ്താത്മത്വം ഹസ്തിഭൂയം ഭജേതി ശബ്ദാദ്വൈനം പ്രത്യഗാൽസോഭിലേഭേ ഹസ്തീന്ദ്രത്വം ത്വൽസ്മൃതി വ്യക്തിധന്യം. അതിനാൽ കുംഭോത്ഭവനായ അഗസ്ത്യമുനി ക്രോധം പൂണ്ട് അഹങ്കാരിയായ നീ ആനയായിത്തീരട്ടെ എന്ന് ഇന്ദ്രദ്യുമ്നനെ ശപിച്ചു മടങ്ങിപ്പോയി. ഇന്ദ്രദ്യുമ്നൻ ഭവത് സ്മരണമൂലമുണ്ടായ ധന്യമായ ഗജവീരാവസ്ഥ പ്രാപിക്കുകയും ചെയ്തു. ദുക്താംഭോധേർമധ്യഭാജിത്രികൂടേ ക്രീഡൻ ശൈലേ യൂഥപോയം വശാഭി സർവാൻ ജന്തൂനത്യവർത്തിഷ്ടശക്ത്യാ ത്വദ്ഭക്താനാം പുത്രനോൽകർഷലാഭ. പാൽക്കടൽ മധ്യത്തിൽ സ്ഥിതി ചെയ്യുന്ന ത്രികുടാദ്രിയിൽ പിടിയാനകളൊത്ത് ക്രീഡിച്ചുകൊണ്ടിരുന്ന ഈ മത്തഗജം തൻ്റെ കരുത്തുമൂലം മറ്റു ജന്തുക്കളെയെല്ലാം കീഴടക്കിവാണു. അങ്ങയുടെ ഭക്തന്മാർക്ക് എവിടെയാണ് ഉത്കൃഷ്ട സിദ്ധി ഉണ്ടാകാത്തത്? സ്വേനസ്തേംനാ ദിവ്യദേശത്വശക്ത്യാ സോയം ഖേദാന പ്രജാനൻ കദാചിൽ ശൈലഭ്രാന്തേ ഘർമധാന്തത്സരസ്യാം യൂഥൈ സാർദ്ധം ത്വൽപ്രണുന്യോഭിരേമേ. സ്വബലത്താലും താൻ വസിക്കുന്ന പ്രദേശത്തിൻ്റെ ദിവ്യശക്തി കൊണ്ടും ക്ലേശമെന്തെന്നറിയാനിടവരാത്ത ആ ആന ഒരിക്കൽ വെയിൽ കൊണ്ട് തളർന്നപ്പോൾ പർവ്വതപ്രാന്തത്തിലുള്ള സരസിലിറങ്ങി അങ്ങയാൽ പ്രേരിപ്പിക്കപ്പെട്ടുകൊണ്ട് വിഹരിക്കാൻ തുടങ്ങി. ഹൂഹുസ്താവത് ദേവലസ്യാഭിശാപാൽ ഗ്രാഹീഭൂതസ്തജ്ജലേ വർത്തമാന ജഘ്രാഹൈനം ഹസ്തിനം പാദദേശേ ശാന്ത്യർത്ഥം ഹി ശ്രാന്തിദോസി സ്വഗാനാം. ദേവലശാപം മൂലം മുതലയായിത്തീർന്ന ആ സരസിൽ ജീവിച്ചിരുന്ന ഹൂഹു എന്നു പേരായ ഗന്ധർവൻ ആ സമയത്ത് ആനയുടെ കാലിൽ പിടികൂടി. ശാന്തി നൽകാൻ വേണ്ടി അങ്ങ് സ്വഭക്തന്മാരെ ക്ലേശിപ്പിക്കുന്നത് സാധാരണമാണല്ലോ. സ്വശക്തി കൊണ്ട് രക്ഷയില്ലെന്ന് ബോധ്യം വരുത്തി ആനയ്ക്ക് പൂർവസ്മരണയുണ്ടാക്കി ഭഗവത് ഭക്തി ഏകാഗ്രമാക്കി തീർത്തു.
ത്വൽസേവായ വൈഭവാനിരോധം യുദ്ധ്യന്തത്തം വത്സരാണാം സഹസ്രം പ്രാപ്തേ കാലേ ത്വൽപദൈഗ്രാഗ്രസിദ്ധ്യൈ നക്രാക്രാന്തം ഹസ്തിവര്യം വ്യഥാസ്ത്വം. അങ്ങയെ ഭജിച്ചതിൻ്റെ ശക്തിയാൽ അനഭിഗമ്യനും 1000 വർഷം യുദ്ധം ചെയ്തവനുമായ ആ ആനപ്രവരനെ തക്ക സമയം വന്നപ്പോൾ അങ്ങയിലുള്ള ഭക്തിയുടെ നേരെ ഉന്മുഖനാക്കുന്നതിന് അങ്ങ് മുതലയ്ക്ക് വിധേയനാക്കി തീർത്തു. ആർത്തി വ്യക്ത പ്രാക്തന ജ്ഞാനഭക്തി ശുണ്ഡോൽക്ഷിപ്തൈ പുണ്ടരീകൈ സമർച്ചൻ പൂർവാഭിസ്തം നിർവിശേഷാത്മനിഷ്ഠം സ്തോത്രശ്രേഷ്ഠം സോന്വഗാദിൽ പരാത്മൻ. അല്ലയോ പരമാത്മാവേ, വേദന അനുഭവപ്പെട്ടപ്പോൾ വ്യക്തമായി തീർന്ന പഴയ ജ്ഞാനം, ഭക്തി എന്നിവയോടുകൂടിയ ഗജേന്ദ്രൻ തൻ്റെ തുമ്പിക്കരത്താൽ വെളുത്ത താമരപ്പൂ പറിച്ച് അങ്ങയെ അർച്ചിക്കുകയും പൂർവകാലത്ത് അഭ്യസിച്ചതും നിർഗുണബ്രഹ്മത്തെ മുൻനിർത്തി വർണ്ണിക്കപ്പെട്ടിട്ടുള്ളതുമായ സ്തോത്രങ്ങൾ പാടാൻ തുടങ്ങുകയും ചെയ്തു. ശ്രുത്വാ സ്തോത്രം നിർഗുണസ്ഥം സമസ്തം ബ്രഹ്മേശാദ്യൈർനാഹമിത്യപ്രയാദേ സർവാത്മത്വം ഭൂരികാരുണ്യവേഗാത് താക്ഷ്യാരൂഢ പ്രേക്ഷിതോ ഭൂപുരസ്താത്. നിർഗുണബ്രഹ്മത്തെ മാത്രം സാക്ഷാത്കരിക്കുന്ന സ്തോത്രം മുഴുവൻ കേട്ട ബ്രഹ്മാവ്, ശിവൻ എന്നിവർ ഇത് എന്നെയല്ല എന്ന് ചിന്തിച്ച് അനങ്ങാതിരുന്നപ്പോൾ സർവവ്യാപിയായ അങ്ങ് കരുണാപരവശനായി ഗരുഡാരൂഢനായി അവിടെ എത്തി. ഹസ്തീന്ദ്രത്വം ഹസ്തപത്മേന ധൃത്വാ ചക്രേണ ത്വം നക്രവര്യം വ്യധാരി ഗന്ധർവേസ്മിൻ മുക്തശാപേ സഹസ്തി ത്വൽസാരൂഭ്യം പ്രാപ്യ ഭേദിപ്യതേ സ്മ. അങ്ങ് പാണിപത്മത്താൽ ഗജേന്ദ്രനെ ആശ്വസിപ്പിക്കുകയും സുദർശന ചക്രം ഉപയോഗിച്ച് മുതലയെ നിഗ്രഹിക്കുകയും ചെയ്തു. ആ ഗന്ധർവന് ശാപമോക്ഷം ലഭിച്ചപ്പോൾ ഗജേന്ദ്രനാകട്ടെ അങ്ങയുടെ സാരൂപ്യം ലഭിച്ചു. ഏതദ് വൃത്തം ത്വാം ച മാം ച പ്രഗേയോ ഗായേൽ സോയം ഭൂയസേ ശ്രേയസേ സ്യാൽ ഇത്യുക്തൈനം തേന സാർദ്ധം ഗതസ്ത്വം തൃഷ്ണ്യാം വിഷ്ണു പാഹി വാതാലയേശ. പുലർവേളയിൽ ഈ ചരിത്രത്തെയും എന്നെയും നിന്നെയും കീർത്തിച്ചു പാടുന്നവർ ശ്രേയസ്കരമായ മോക്ഷത്തിനർഹരായിത്തീരുന്നു എന്നു പറഞ്ഞ് അങ്ങ് ആ ഗജേന്ദ്രനോടുകൂടി വൈകുണ്ഠലോകം പൂകി. ഗുരുവായൂരപ്പനായി വിളങ്ങുന്ന മഹാവിഷ്ണു എന്നെ രക്ഷിക്കണേ. ശ്രീ ഗുരുവായൂരപ്പാ രക്ഷിക്കണേ. ശ്രീഹരയേ നമഃ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. സർവം ശ്രീകൃഷ്ണാർപ്പണമസ്തു. സർവത്ര ദേവീനാമ സങ്കീർത്തനം. ശ്രീ ജഗദംബികായേ നമഃ.